Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? പർച്ചേസിംഗ് കഴിഞ്ഞില്ലായിരുന്നോ? 3 types of purchasing പറഞ്ഞില്ലേ? അത് ഫുള്ള് കഴിഞ്ഞായിരുന്നു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പേജ് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നെഗോഷിയേഷൻ തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഏതൊക്കെയായിരുന്നു 3 types of purchasing in hospital? ഹോസ്പിറ്റലില് ഏതൊക്കെയാണ് 3 type of purchasing നടക്കുന്നത്? Local purchasing, purchasing from supplier, and import purchase. Import purchasing. Okay. Then എങ്ങനെയാണ് നമ്മളൊരു വെണ്ടറെ അല്ലെങ്കിൽ ഒരു സോഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? 4 സ്റ്റേജുകളിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു ആ 4 സ്റ്റേജ് എന്ന് പറയുന്നത്? Survey stage, inquiry stage, negotiation stage, experience stage അല്ലെ? ഈ 4 സ്റ്റേജുകളിലൂടെയും കടന്നു പോയി കഴിഞ്ഞ് നമുക്ക് അവരുമായിട്ടുണ്ടാവുന്ന ആ പർച്ചേസിംഗ് ഡീലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നമ്മുടെ അനുഭവം അല്ലെ, ആ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെയും നമ്മൾ അവരോട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരോട് നല്ലൊരു അനുഭവമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നല്ലൊരു അനുഭവം അല്ല എങ്കിലോ നമ്മൾ പിന്നീട് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യില്ല അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെഗോഷിയേഷൻ. എന്താണ് ഒരു നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ചർച്ച അല്ലെ? നമ്മുടെ ആ ഒരു ചർച്ചകൾ നമ്മൾ നടത്തില്ലേ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട്? ആരൊക്കെ തമ്മിലായിരിക്കും ചർച്ച നടത്തുന്നത്? ആര് തമ്മിലായിരിക്കും ചർച്ചകൾ നടത്തുന്നത് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച? സപ്ലയർ ഉണ്ടാവും, അതുപോലെ വാങ്ങുന്ന ആളുകളും അല്ലെ? വിതരണക്കാരും വാങ്ങുന്ന ആളുകളും തമ്മിലാണ് അവിടെ ചർച്ച നടത്തുന്നത് അല്ലെ? ഇപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെന്റൻസ് ഒന്നാണ് അല്ലേ ചെയ്തിട്ട്? നെഗോഷിയേഷൻ ഈസ് എ two-way communication between buyer and seller. ആരൊക്കെ തമ്മിലാണ്? വിൽക്കുന്നയാളും അല്ലെ, വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിലുള്ള ഒരു two-way communication ആണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ആശയവിനിമയം നടത്തുന്നു. അതിനെയാണ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരു 2 ഗ്രൂപ്പ് ആവാം അല്ലെ? വാങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വാങ്ങുന്ന ആളുണ്ടാവും, വിൽക്കുന്ന ഒരാളുണ്ടാവും അല്ലെ? ബയ്യർ ആൻഡ് സെല്ലർ. അവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? നന്നായി ആശയവിനിമയം ചെയ്യുന്നു. അതിനെയാണ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. Negotiation is defined as a discussion on a business transaction. ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മുടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇടപാടല്ലേ? ആ ഒരു പർച്ചേസിംഗിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഇടപാടിന് വേണ്ടിയുള്ള ചർച്ചയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ലീഡിങ് ടു ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നു. നമ്മൾ പർച്ചേസിംഗിന് വേണ്ടി ആ പർച്ചേസിംഗ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് ഇടപാടിന് വേണ്ടി നമ്മൾ ഒരു ചർച്ച നടത്തി. ഈ ആ ചർച്ച നടത്തിയാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ ചർച്ചകളിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പർച്ചേസും അതുപോലെ സെയിലും അല്ലെ? പർച്ചേസ് ചെയ്താൽ അത് അവർ നമ്മൾ എന്തിനടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? സെയിലിൽ കൊണ്ട് തരണം അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. അപ്പൊ പർച്ചേസിങ്ങും സെയിലും ആ 2 കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു കരാറ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് അല്ലെ? ആ ഒരു കരാറിലായിട്ടാണ് അതിന്റെ ആ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമമാക്കുന്നത് എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഒരു ചർച്ച ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ചർച്ചയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ആ ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇടപാട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ഒരു ഇടപാടിനെ കുറിച്ചുള്ള ചർച്ചകളെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചകൾ നടത്തുന്നത് വഴി നമുക്ക് എന്താണ്? ഒരു സാധനമാവാം അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം അല്ലെ? സാധനങ്ങളുടെയും സർവീസുകളുടെയും അല്ലെങ്കിൽ സേവനങ്ങളുടെയും
പർച്ചേസും സെയിലുമായി ബന്ധപ്പെട്ട കരാറുകൾ അല്ലെ കരാറുകളിലേക്ക് നയിക്കുക അല്ലെങ്കിൽ കരാറിലെത്തുക എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള ഫൈനലൈസേഷൻ അന്തിമമായ തീരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെഗോഷിയേഷൻ എന്താന്നുള്ളത്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഇനി നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ച എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനുഷ്യര് തമ്മിലാണ് ചർച്ചകൾ നടത്തുന്നത് അല്ലെ? മനുഷ്യരല്ലേ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, നമ്മളും അത് തന്നെയാണ്. അപ്പൊ രണ്ട് വിഭാഗമാണ് ഇവിടെ, ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട് അല്ലെ? ആ രണ്ട് വിഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി നല്ലൊരു ചർച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തി നല്ല രീതിയിലാണ് ഒരു ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നല്ലൊരു കോൺട്രാക്ട് അവര് തമ്മിൽ എന്ത് ചെയ്യും? നമ്മള് ഏർപ്പെടും അല്ലെ? നല്ലൊരു കരാറിൽ നമ്മള് രണ്ട് കൂട്ടുകാരും ചേർന്ന് ഒരു നല്ല കരാറിൽ ഏർപ്പെടും അല്ലെ? അതേസമയം രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കത്തിൽ എത്തുകയാണെങ്കിലോ, ഒരു ഗ്രൂപ്പ് പറയാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി, നമുക്ക് തരുന്ന ആ ഒരു സെല്ലർ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ പറയാണ് ഞങ്ങൾ ഇങ്ങനത്തെ സാധനം തരുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന രീതിയിലൊക്കെ അവർ കുറച്ചും കൂടി റൂഡായിട്ടൊക്കെ നമ്മളടുത്ത് സംസാരിക്കുകയാണ്. അവർ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്തു തരുന്നില്ല എങ്കിൽ ആ ഒരു കരാർ നമ്മളെ അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ചർച്ച ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്താവും? നമ്മൾ ആ ഒരു കരാർ അവരുമായിട്ട് ഏർപ്പെടുവോ? കരാറിൽ നമ്മൾ എന്താണ് ഒരു കോൺട്രാക്ട് നമ്മൾ അവരുമായിട്ട് വെക്കോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ ഇപ്പോഴും എന്താണ്, ഏതൊരു ചർച്ചയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ആ ചർച്ച എന്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്? അവിടെയുള്ള ആ മനുഷ്യര് അല്ലെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ എന്താണ് ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എന്താണ്, ഒരു ചർച്ച നടത്തുകയാണ്. അത് എന്തിനായിരിക്കും? ഏതൊരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് നെഗോഷിയേഷൻ. അവര് ബയേഴ്സും ഉണ്ടാവും സെല്ലേഴ്സും ഉണ്ടാവും. അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയമാണ് ഈ ചർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ അതിന്റെ അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഫൈനലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സെയിൽസ്, ഗുഡ്സ് ആൻഡ് സെയിൽസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പർച്ചേസിങ്ങും സെയിലുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിൽ നമ്മൾ ഏർപ്പെടുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ നെഗോഷിയേഷൻ എന്താണെന്നുള്ളത് കോൺസെപ്റ്റ് ക്ലിയർ ആയോ? Then next നമ്മൾ പറയാൻ പോകുന്നത് characteristic of a good negotiator or negotiating team. ഈ ചർച്ച നടത്തുന്ന വ്യക്തി ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ അതിനെ ഇതാ നെഗോഷിയേറ്ററിന്റെ മറ്റൊരു പേര് പറയാവുന്നത് ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നും നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ ആ നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ആ ചർച്ച നടത്തുന്ന വ്യക്തികള് ചിലപ്പോൾ അവര് ഒരുപാടായിരിക്കാം അല്ലെ? ചർച്ച നടത്താൻ പോകുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ അത് എന്താവാം ഒരു ടീമായിട്ട് പോവാം അല്ലെ? അപ്പൊ അവർക്ക് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് പോകുന്ന ഒരാളാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവർക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള സവിശേഷതകളാണ് പറയുന്നത്. നോക്കിയേ, must have good knowledge of particular material. ഒരു പ്രത്യേക മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മെറ്റീരിയൽ വസ്തുവിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഏത് സാധനത്തിനാണ് നമ്മൾ ഏത് സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നതെങ്കിൽ അത് എന്തുമായിക്കോട്ടെ ആ ഒരു സാധനം ഇതിനെ കുറിച്ചുള്ള ഒരു വിഷയത്തെ കുറിച്ചാണോ നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ആ പ്രത്യേക മെറ്റീരിയലിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള ആളായിരിക്കണം ഈ ചർച്ച ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് അല്ലെ? അല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ അവിടെ ചെന്ന് നമുക്കൊന്നും അറിയാത്ത ഒരാളെ നമ്മളെ ചർച്ച ചെയ്യാനായിട്ട് വിടാണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വിൽപ്പനക്കാരൻ എന്ത് പറയും? അവരുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെ മികച്ചതാണ്, അതാണ് ഇതാണ്, ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും അവർ പറയും അല്ലെ? ഇപ്പൊ തിരിച്ച് ഓപ്പോസിറ്റ് ഇരുന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ചെന്നിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ചർച്ച ചെയ്യാൻ ചെന്നിരിക്കുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് പറയുന്ന കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം ശരി വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മള് പർച്ചേസ് ചെയ്യും അല്ലെ, ഓർഡർ കൊടുക്കും. അതേസമയം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഒപ്പിടും. അതേസമയം ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ചെന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് പറയുന്നവര് പറയുന്നത് കൃത്യമാണോ അല്ലെങ്കിൽ അവർ വില കൂട്ടിയാണോ പറയുന്നത്, യഥാർത്ഥത്തിൽ ആ ഒരു വസ്തുവിന് ഇത്രയും മൂല്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ആ ഒരു ചർച്ചയിൽ എന്ത് ചെയ്യാം, അത് അവരോട് തുറന്നു പറയുകയും അവിടെ എന്ത് ചെയ്യാം, ആ ചർച്ചകൾ തമ്മിൽ നമ്മൾ അവരോടായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അങ്ങനെയല്ലേ നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും, ബാധിക്കും അല്ലെ. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തിരിച്ചു നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയല്ലേ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ബാർഗെയിൻ ചെയ്യുന്നവര് വരെയും ചെയ്യും അല്ലെ, അവരോട് എന്ത് ചെയ്യും, ബാർഗെയിൻ ചെയ്യാറില്ലേ. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാമെങ്കിൽ എന്താ, അത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അതിനനുസരിച്ച് അവരോട് സംസാരിക്കണം അല്ലെ. ഒരു അറിയാത്ത വ്യക്തിയാണ് ചെല്ലുന്നതെങ്കിൽ അതിന് അവർക്ക് കഴിയില്ല. എപ്പോഴും ഒരു ചർച്ചയ്ക്ക് വിടുന്ന വ്യക്തികള് ഏത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു ചർച്ച വെക്കുന്നത് ആ പ്രത്യേക മെറ്റീരിയലിനെ കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം. രണ്ടാമതായി പറയുന്നത് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താ, ആശയവിനിമയത്തിലെ കാര്യക്ഷമത അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക അതെങ്ങനെയായിരിക്കണം. നമ്മൾ പറയാറുണ്ട് ചിലരൊക്കെ സംസാരിച്ച് നമ്മുടെ കയ്യിൽ എടുക്കും എന്ന് പറയൂ അല്ലെ. ഇപ്പോൾ നമ്മൾ ചിലരുടെ കാര്യം നമ്മൾ പറയാറില്ലേ, എല്ലാവരുടെയും കാര്യമില്ല. ചിലർക്ക് നന്നായി ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യക്ഷമത ഉണ്ടാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും അല്ലെ. അപ്പൊ മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ഇവരുടെ ആ ഒരു വാക്ചാരിത്യം കൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ്, നന്നായി ഇവർക്ക് എന്താണോ അവർക്ക് കൃത്യമായി പറയാനുള്ളത് അത് നന്നായി അവരോട് ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഈ നെഗോഷിയേറ്ററിന് അല്ലെങ്കിൽ ആ ഒരു നെഗോഷിയേഷൻ ടീമിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽസ്. എന്താണ്, നമ്മുടെ ആ ഒരു ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണ സ്വഭാവം അല്ലെ, അതുപോലെ ഡിഫെൻസീവ് സ്റ്റൈലോ പ്രതിരോധ രീതികള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഉൾപ്പെടാൻ പാടില്ല. അത് നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. നോക്കി, ഒഫൻസീവ് ഇപ്പൊ നമ്മുടെ ചർച്ചകളിൽ വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വാദിക്കുന്ന സമയത്ത് ചിലപ്പോ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ എന്താവാം, ചിലപ്പോ വല്ല പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതൊരു ആക്രമണത്തിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ അതൊരു പ്രതിരോധ രീതിയിലേക്ക് എത്തിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. എന്താണ്, വ്യക്തവും അതുപോലെ വേഗത്തിലും ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ വേഗത്തിലും വ്യക്തമായിട്ടും ചിന്തിക്കുന്ന ഒരു ചിന്തകനായിരിക്കണം. അപ്പൊ അവര് പറയുന്ന നമ്മുടെ ആ സെല്ലറുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാനും ഉടനടി അതിനനുസരിച്ചുള്ള ഇപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കുറെ നേരം അത് ആലോചിച്ചിരുന്ന് അതിനൊരു മറുപടി കൊടുക്കുകയല്ലോ എന്നുള്ള രീതി. എപ്പോഴും എന്താ അവര് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ഉടനടി അതിനനുസരിച്ചുള്ള റെസ്പോണ്ടുകൾ അതിനെ പറ്റിയുള്ള ചിന്തിച്ച് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് എന്ത് ചെയ്യണം, അവരിലേക്ക് കൊടുക്കണം. അതാണ് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ എന്ന്. വ്യക്തവും അതുപോലെ തന്നെ പെട്ടെന്ന് അല്ലെ വളരെ വ്യക്തവും വേഗത്തിലുമുള്ള ഒരു ചിന്തകനായിരിക്കണം ഈ നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഗുഡ് ഇന്റർപേഴ്സൺസിൽ നല്ലൊരു വ്യക്തിഗത കഴിവുള്ളവരായിരിക്കണം. മറ്റു വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യണം, ചർച്ചകൾ നടത്തുമ്പോൾ അവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇടപഴകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്സ്. നമ്മൾ കരാറുകളൊക്കെ വെക്കില്ലേ, അവരുമായിട്ട് ആ ഒരു കരാറുകൾ വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങളുണ്ട് അല്ലെ. ഒത്തിരി നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഇല്ലേ നമ്മൾ ഒരാളുമായിട്ട് കരാറോ അല്ലെങ്കിൽ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്ന സമയത്ത്. അതുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. ആൻഡ് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ് അക്കോർഡിംഗ്സ്. എന്താണ്, എഗ്രിമെന്റുകളൊക്കെ ആയിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങള്. അതുപോലെ പ്രൈസിങ്. ഇപ്പൊ ആ ഒരു വസ്തുവിന്റെ വില നിർണ്ണയം നടത്തില്ലേ നമ്മള്. ഇപ്പൊ ചില അവരോട് നമ്മൾ എന്ത് ചെയ്യും, ബാർഗെയിൻ ചെയ്ത് ചോദിക്കും അല്ലെ, ഇതിന് മാർക്കറ്റിൽ ഇത്ര വിലയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വില കുറച്ച് തരാമോ എന്നുള്ള രീതിയിൽ നമ്മൾ വില നിർണ്ണയം നടത്തും അല്ലെ. അതിനൊക്കെയുള്ള അറിവ് ആർക്കുണ്ടായിരിക്കണം, ഒരു നല്ല നെഗോഷിയേറ്ററിന് ഉണ്ടായിരിക്കണം. ദെൻ ലോജിക്കൽ തിങ്കിങ്. എന്താണ്, യുക്തിപരമായിട്ടുള്ള ചിന്തകൻ, യുക്തിപരമായ ചിന്തകനായിരിക്കണം. ലോജിക്കലി ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം.
അതുപോലെ ഗുഡ് ലിസണർ, നല്ലൊരു കേൾവിക്കാരനായിരിക്കുക. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നന്നായി എന്ത് ചെയ്ത് കേട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാനും നല്ലൊരു ലിസണർ ആയിരിക്കണം. അല്ലാതെ അവര് പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കാതെ ഇടയ്ക്കേറി സംസാരിക്കുകയോ കാര്യങ്ങളോ ചെയ്തത് നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ഒരു നല്ല ക്വാളിറ്റി അല്ല. അപ്പൊ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കേട്ടിരുന്നു കൊണ്ട് അതിനനുസരിച്ചായിരിക്കണം അതിനുള്ള റെസ്പോൺസ് കൊടുക്കേണ്ടത്. അല്ലാതെ ചാടി കയറി ഇടയിൽ കയറി ഒന്നും അങ്ങനെ ഇങ്ങനെ ഇത് അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാതെയുള്ള കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കരുത്. ഒപ്റ്റിമിസ്റ്റിക്, നല്ലൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കണം. ആൻഡ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, എന്താണ്, നല്ല ധർമ്മബോധമുള്ളൊരു വ്യക്തിയായിരിക്കണം. അല്ലെ, ചർച്ചയൊക്കെ നടത്തുമ്പോ നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള ജോക്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള പറയുന്നവരെയാണെങ്കിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെടാൻ പറ്റില്ല. മറ്റുള്ളവരെ കയ്യിലെടുക്കാനായിട്ട് നല്ലൊരു മാർഗം കൂടിയാണത്. ഇതൊക്കെ ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളിൽ വരുന്നതാണ്? നല്ലൊരു നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിന്റെ സവിശേഷതകളിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? അത് എന്തൊക്കെയാ പറഞ്ഞേ? നല്ലൊരു അറിവ്, ഒരു പ്രത്യേക മെറ്റീരിയൽ, ഏത് സാധനത്തെ കുറിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള ആളായിരിക്കണം. നല്ല രീതിയിൽ ആശയം വിനിമയം ചെയ്യാനുള്ള ഒരു കാര്യക്ഷമത ഉണ്ടായിരിക്കണം. അതുപോലെ ആക്രമണം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രതിരോധ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരാതെ നോക്കുന്ന ഒരാളായിരിക്കണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. വ്യക്തവും അതുപോലെ വേഗത്തിലും ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നല്ലൊരു വ്യക്തിഗത സ്കിൽസ് അല്ലെങ്കിൽ കഴിവുകളുള്ളവരായിരിക്കണം. അതുപോലെ നിലവിൽ ആ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ കരാറുകളുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ലോസ്, നിയമങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളായിരിക്കണം. അതുപോലെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. ഒരു ലോജിക്കൽ തിങ്കർ അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. ഒരു നല്ല കേൾവിക്കാരനായിരിക്കണം. അതുപോലെ ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കണം. ആൻഡ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല കർമ്മബോധമുള്ള ഒരാളായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഈ ഒരു ചർച്ച നടത്തുന്നതുകൊണ്ട് എന്തൊക്കെയാണ് പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താണ് ആ ഒരു സ്ഥാപനം, ഇവിടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് സ്ഥാപനമാണ്? ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുന്നു. ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ ആ ഹോസ്പിറ്റലിന് കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇന്ന പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ബ്രാഞ്ചിലുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ആ ഒരു ഹോസ്പിറ്റലിന് ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഗോൾസ്, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യവും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ചർച്ചകൾ നടത്തേണ്ടത്. ക്ലിയർ ആയോ? അത് എപ്പോഴും ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. അതുപോലെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇവയെല്ലാം സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് പറയേണ്ടത്? ആ ഒരു ചർച്ച കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ഇവര് ഈ കാര്യങ്ങളെല്ലാം താല്പര്യവും ഗോൾസ് അല്ലെ, ലക്ഷ്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ചർച്ചകൾ നടത്തേണ്ടത്. ഇവരുടെ താല്പര്യവും ആ ലക്ഷ്യമൊക്കെ നേടിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ആ ചർച്ചയുടെ അവസാനം എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ ആ ലക്ഷ്യവും താല്പര്യവും ഒക്കെ നേടിയെടുക്കുന്ന രീതിയിലായിരിക്കണം അതിന്റെ റിസൾട്ട് വരേണ്ടത്. രണ്ടാമതായി പറയുന്നത് to see that the organization is not in a advantageous position. എന്താ? not in a disadvantageous position. എന്താ? ആ ഒരു സ്ഥാപനം നമ്മളൊരു ചർച്ച ചെയ്യാല്ലേ. അപ്പൊ ചർച്ച നടക്കുന്ന സമയത്ത് ചിലപ്പോ ഇപ്പൊ ചില കേസുകളിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ ആ സെല്ലർ അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്ക് ചിലപ്പോ നമുക്ക് ആ സാധനം തരാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചെറിയ ഹാഫ് ആൻഡ് ഹാഫ് ആയിരിക്കും. ചിലപ്പോ അവര് വലിയ നമുക്ക് തരാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യുന്നത് വഴി നമ്മൾ ആ ചർച്ചകളിലൂടെ അവരെന്ത് ചെയ്യണം? കയ്യിലെടുക്കണം.
എന്നിട്ട് അവരെ എന്ത് ചെയ്യണം, നമ്മൾ അനുകൂല സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, നമ്മളോട് അനുകൂലമായിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയായിരിക്കണം ആ ചർച്ചയുടെ റിസൾട്ട് അല്ലെങ്കിൽ ഫലം ഉണ്ടാകേണ്ടത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഭാഗത്തേക്ക് അനുകൂലാവസ്ഥയിലാക്കുന്ന രീതിയിൽ, അവരെ നമുക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുകൂല സ്ഥാനത്തേക്ക് ആക്കുന്ന രീതിയിലായിരിക്കണം ആ ചർച്ചയുടെ ഫലം വരേണ്ടത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. Then third one ആണ് to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances. ഇനി എന്താണ്, നമ്മളൊരു ചർച്ച നടത്തി, ആ ചർച്ച നടത്തി നമുക്ക് ആ ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ കൊടുത്തു. ഓർഡറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ സാധനങ്ങൾ ഈസിലി കിട്ടണം, ലഭ്യമാക്കും അല്ലെ. അത് കൂടാതെ ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു പർച്ചേസിംഗ് വഴി എല്ലാ രീതിയിലുമുള്ള താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചർച്ചകൾ വരേണ്ടത്. ആ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആ ചർച്ചകളിലൂടെ ഉറപ്പുവരുത്തുകയും വേണം. കാരണം എന്താ, ഇപ്പൊ ഒരു പർച്ചേസിംഗ് നമ്മൾ നടത്തി, ആ ഒരു പർച്ചേസിംഗ് നടത്തി നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിനേക്കാൾ കൂടുതൽ, ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാൾ റേറ്റിൽ കൂടുതലാണ് നമ്മൾ അവരുമായിട്ട് കരാർ ഒപ്പിട്ടതെങ്കിൽ നമ്മൾ ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നഷ്ടമല്ലേ ഉണ്ടാവുന്നത്. ആ ഒരു മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതേസമയം നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ ആ ഒരു കോൺട്രാക്ട് ഒപ്പിടണം അല്ലെ, കരാറിൽ ഏർപ്പെടണം. അപ്പൊ അങ്ങനെയായിരിക്കണം ആ ഒരു ചർച്ച വരേണ്ടത്. എപ്പോഴും ആ സ്ഥാപനത്തിന്റെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ ചർച്ചകൾ നടത്തുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എപ്പോഴും ആ ചർച്ചകളിലൂടെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ആ സാധനങ്ങൾ ലഭ്യമാകുന്ന രീതിയിലുമുള്ള ഒരു ചർച്ചയായിരിക്കണം അവിടെ നടക്കേണ്ടത്. നെക്സ്റ്റ് നോക്കി, to see that the distinct future of the organization is not bargained for the present. എന്താണ്, നമ്മുടെ ആ ഒരു വിദൂര അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് നാളത്തെ മാത്രം ഒരു സ്ഥാപനമല്ലല്ലോ, ഒരുപാട് നാളത്തേക്ക് കൂടി കാര്യങ്ങൾ കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് അല്ലെ. കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ കാര്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എപ്പോഴും ആ ചർച്ച, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു ചർച്ച, നമ്മൾ ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ വിദൂര ഭാവി കൂടി ആരുടെയാണ്, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിദൂര ഭാവി കൂടി കണക്കിലെടുത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ചർച്ചകളിലൂടെ സംസാരിക്കേണ്ടത്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണം, ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയാണ് നമ്മളിപ്പോ അവരോട് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത് കുറച്ച് നാള് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറെ നാള് കൂടി ഇവരിൽ നിന്ന് അതേ റേറ്റിൽ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് പിന്നീട് നമ്മൾ അവരോട് പറയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ഈ റേറ്റിൽ തരില്ല. അവരൊക്കെ അവിടെ എന്ത് ചെയ്യും, ഒരു ബാർഗെയിൻ ചെയ്യും അല്ലെ, നമ്മളോട് എന്ത് ചെയ്യും, വില പേശും, ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് തരില്ല, അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തന്നു, പക്ഷെ ഈ സമയത്ത് അത് റേറ്റ് കൂടി അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് അത് ഇത്രയും രൂപയ്ക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ബാർഗെയിൻ ചെയ്യില്ലേ. അതേസമയം നമ്മൾ ഇപ്പൊ കരാർ എഴുതുന്ന സമയത്ത് തന്നെ കുറച്ച് നാള് നമുക്ക് ലോങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വിദൂരമായിട്ടുള്ള ഒരു സമയത്തേക്ക് നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിലോ ആ ഒരു കരാറ് അത്രയും നാളും അവർ ഈ പറയുന്ന റേറ്റിനും ഈ പറയുന്ന സാധനങ്ങളും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, തരേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അപ്പോഴും അത് തന്നെയാ വേണ്ടത്. എന്താണ്, കരാറുകൾ നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, ആ ഹോസ്പിറ്റലിന്റെ വിദൂര ഭാവി കൂടി കണക്കിലെടുത്ത് പിന്നീട് അവിടെ എന്താണ് ഒരു വിലപേശലൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ചർച്ചയായിരിക്കണം നടക്കേണ്ടത്. ക്ലിയർ ആയോ? ഒരു 4 പോയിന്റും ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് 2 പോയിന്റ് കൂടി ഉണ്ട് അതില്.
നോക്കിയേ, ensure that the terms and conditions are settled in apparent terms and nothing is led to interpretations which may result in misunderstanding and bitterness. എന്താണ് നമുക്ക് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർ ചർച്ചകളിലൂടെ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നില്ലേ? അപ്പൊ അവർ ചെയ്യുന്ന സമയത്ത് അതിന് കുറെ നിബന്ധനകളും എന്താണ് വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് അല്ലെ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവില്ലേ, നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടാവില്ലേ? ഇതെല്ലാം കൃത്യമായിട്ട് സ്ഥാപിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈ ഒരു ചർച്ച ചെയ്യുന്നത് വഴി നമ്മൾ ആ ഒരു എന്താണ് അവരുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിബന്ധന അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നിബന്ധനകളും വ്യവസ്ഥകളും എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ സ്ഥാപിക്കുക. അത് ചർച്ച ചെയ്ത് അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് അല്ലെ ആ ഒരു വ്യവസ്ഥകളും നിബന്ധനകളും വെച്ചിരിക്കുന്നത്. ഇനി nothing is led to interpretations which may result in misunderstanding and bitterness. ഇനി എന്താ, ഇനി ഏതെങ്കിലും രീതിയിൽ അതായത് പിന്നീട് ഇനി ഇത് വിശദമായിട്ട് അന്വേഷിച്ച് നടത്തി അതിലെന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് തെറ്റിദ്ധാരണകൾ വരാനോ അല്ലെങ്കിൽ ബിറ്റർനെസ് എന്ന് പറഞ്ഞാൽ വിദ്വേഷോ അല്ലെങ്കിൽ എന്താണ് മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ. ഇപ്പൊ നമ്മൾക്കറിയാം ചിലപ്പോ ഇവരെന്ത് ചെയ്യും, നമുക്ക് ഒരു ഫിക്സഡ് പ്രൈസിന് ഒരു സാധനം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് ഈ ഒരു എഗ്രിമെന്റ് ചെയ്തപ്പോ അവർ തന്നു. ഇനി അതിലൊപ്പം ഓൾറെഡി നമ്മൾ വ്യവസ്ഥകളും നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന വർഷം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു കരാർ അല്ലെങ്കിൽ എഗ്രിമെന്റ് വെക്കുന്ന ടൈം പീരീഡിലെ ഇത്ര നാൾ വരെ ആയിരിക്കും ആ കരാർ പ്രകാരം നമുക്ക് സാധനം തരേണ്ടത്. ഇനി ആ സാധനം നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു, ആ നിബന്ധനകളും വ്യവസ്ഥകളും തെറ്റിച്ചു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതെ, അതായത് നമുക്ക് തരാൻ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് മാർക്കറ്റിൽ ആ സാധനത്തിന് വില കൂടിയപ്പോ അവരെന്ത് ചെയ്തു, 1-2 മാസം കഴിഞ്ഞപ്പോ നമ്മൾ ഈ കരാറ് നിലനിൽക്കെ തന്നെ അവരെന്ത് ചെയ്യും, ചിലപ്പോ വില കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ, വില കൂട്ടി തരാൻ തുടങ്ങി. അപ്പോൾ എന്താണ് അവിടെ നമുക്ക് അവരുമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ലേ? അപ്പൊ അവയെല്ലാം മാറ്റിക്കൊണ്ട് അവയൊന്നും വരാത്ത രീതിയിൽ കൃത്യമായ നിയമങ്ങളോ നിബന്ധനകളോ അല്ലെങ്കിൽ വ്യവസ്ഥകളോ ഒക്കെ പാലിച്ച് അല്ലെങ്കിൽ അതൊക്കെ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചർച്ചകളിലൂടെ തന്നെ എന്ത് ചെയ്യണം, പാലിക്കണം എന്നുള്ളത് ഈ ചർച്ചകളിലൂടെ തന്നെ നമ്മൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ്, പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. ഇനി എന്താ, എന്ത് ഫോർമുലേഷൻ ചെയ്യണം അല്ലെങ്കിൽ എന്ത് രൂപീകരിക്കണം എന്നാ പറഞ്ഞത്? രൂപീകരിക്കേണ്ടത് എന്താണ്, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ. ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം അല്ലെ, ഒരു ദീർഘകാല ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മള് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഈ തന്ത്രങ്ങൾ അല്ലെ. അതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ എന്ത് ചെയ്യുക, ആവിഷ്കരിക്കുക അല്ലെങ്കിൽ രൂപീകരിക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്നത് കുറച്ച് അതാണ് നമ്മുടെ ഉദ്ദേശ്യമെങ്കിൽ അവിടെ എന്താണ്, ദീർഘകാല സമയത്ത് ആ ഒരു പർച്ചേസിംഗ് നമുക്ക് കിട്ടണം അല്ലെ. ആ ഒരു കരാർ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യും, തന്ത്രങ്ങൾ രൂപീകരിക്കേണ്ടത്. And tactics are vital parts of negotiation. Tactics എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അതിന് മറ്റൊരു പേരാണ് ടാറ്റിക്സ് എന്നുള്ളത്. അപ്പൊ എന്താ, തന്ത്രങ്ങൾ അല്ലെ. ഈ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ചയുടെ ഏറ്റവും സുപ്രധാന ഭാഗമാണ്. അപ്പോൾ ടാറ്റിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ എന്ന് ചോദിക്കാം. എന്താണ് ടാറ്റിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അല്ലെ, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് നെഗോഷിയേഷന്റെ ഒരു സുപ്രധാന ഭാഗം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലാസ്റ്റ് 2 പോയിന്റിൽ പറയുന്നത്? നമ്മള് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, അവിടെ എപ്പോഴും ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ വ്യവസ്ഥകളോ നമ്മൾ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ആ എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇനി അതേസമയം ചില സമയങ്ങളിൽ അവർ എന്ത് ചെയ്യാം, 2 കൂട്ടർക്കും ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് അല്ലെ. ആരാണെങ്കിലും ആ ഒരു വ്യവസ്ഥകളോ നിബന്ധനകളോ മറികടന്ന് അതല്ലാത്ത രീതിയിൽ പെരുമാറുന്ന സമയത്ത് നമുക്ക് അവരോട് തെറ്റിദ്ധാരണയോ വിദ്വേഷങ്ങളോ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും നിബന്ധനകളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആ ചർച്ചയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. രണ്ടാമതായി പറഞ്ഞത് എന്താണ്, തന്ത്രങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രൂപീകരിക്കുക.
ക്രമീകരിക്കുക. എന്തിനു വേണ്ടിയാ? ഒരു ലോങ് ടേം എയിം അല്ലെ, നമുക്ക് ഒരുപാട് നാള് വരുന്ന പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കരാറുകളിൽ ഏർപ്പെടേണ്ടത്. അപ്പൊ അത്രയും നാള് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കണം നമ്മൾ ആ ഒരു കരാറ് വെക്കേണ്ടത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് അവരുടെ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുകയും നല്ല രീതിയിൽ അത്രയും നാൾ നമുക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് ആണ് അല്ലെങ്കിൽ ടാക്ടിക്സ് ആണ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ചയുടെ ഏറ്റവും സുപ്രധാന ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ഏതാണ് കാരുണ്യ? സെക്കൻഡ് വൺ ആണോ? Second one, okay, to see that the organization is not in a disadvantageous position. എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഒരു ചർച്ച ചെയ്യാണ്. ആ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമുക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു പ്രതികൂല സ്ഥാനത്തല്ലേ അപ്പൊ അവര് നിൽക്കുന്നേ. അതാണ് ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ എന്ന് പറയുന്നത്. അവരുടെ സ്ഥാനം ഇപ്പൊ നമ്മളോട് ഒരു പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ചർച്ചകളിലൂടെ നമുക്ക് അത് എന്ത് ആക്കണം? അനുകൂല സ്ഥാനത്തേക്കാക്കണം. ക്ലിയർ ആയോ? അപ്പൊ അവർ ചർച്ച ചെയ്യുന്നത് വഴി നമ്മൾ അവരെന്താ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം. ക്ലിയർ ആണോ? അവർക്കിപ്പോ തരാൻ താല്പര്യമില്ലെങ്കിൽ കൂടി ആ ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചർച്ചയ്ക്കൊടുവിൽ അത് അവർ തരാനായിട്ട് താല്പര്യം കാണിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നോക്കിയേ. Negotiation committee includes of the purchase manager, finance manager, particular persons from the user department and most probably administration also. ഇനി ഒരു നെഗോഷിയേഷൻ ചെയ്യാൻ പോകുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നമ്മൾ പോകുന്ന പറഞ്ഞില്ലേ? ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു നെഗോഷിയേഷൻ കമ്മിറ്റികളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പർച്ചേസ് മാനേജർ ഉണ്ടാവാം, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, particular person from the user department. ആരാണ് ഇപ്പൊ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടാവും. എന്തിനു വേണ്ടിയായിരിക്കും ആ ഒരു പ്രത്യേക വ്യക്തിയെ വെച്ചിരിക്കുന്നേ? എന്തിനു വേണ്ടിയായിരിക്കും? ആ ഒരു ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക വ്യക്തി എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരാളെ വെച്ചിരിക്കുന്നത്? ആ വ്യക്തിക്ക് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ പറ്റി നല്ല അറിവുണ്ടാവും അല്ലെ? ആ നല്ല അറിവുള്ളവർ ഒരാളെ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്ത് പറ്റും? അവര് പറയുന്നതായിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ ഇവര് കരാറുകളിൽ ഏർപ്പെടാം അല്ലെ? അപ്പൊ എപ്പോഴും ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള നല്ല അറിവുള്ള ഒരു വ്യക്തികൾ വേണമെന്ന് പറഞ്ഞില്ലേ? ഈ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെ ഉപയോഗിക്കുന്ന ആളുകൾക്കല്ലേ അതിനെ പറ്റി കൂടുതലായിട്ടുള്ള അറിവുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി അവര് കൂടെ കൊണ്ടുപോകും. മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. പിന്നെ ആരാണുള്ളത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്കവാറും ആരും ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷനും കൂടി ഉണ്ടാവും. അതിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളും കൂടി ഉണ്ടാവും. ഇപ്പൊ നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വരുന്നുണ്ട്? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, അതുപോലെ ഉപയോഗിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വ്യക്തി ഉണ്ടാവും. അതുപോലെ മിക്കവാറും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. എന്താണ്? നെഗോഷിയേഷനും അല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു 3 ഫേസസ് നമുക്ക് പഠിക്കാനുണ്ട്. 3 ഫേസസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രീ നെഗോഷിയേഷൻ ഫേസ്, സെക്കൻഡ് വൺ ആണ് മീറ്റിംഗ് ഫേസ്, തേർഡ് വൺ ആണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ് ഓഫ് നെഗോഷിയേഷനിലെ 3 ഫേസുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രീ നെഗോഷിയേഷൻ ഫേസ്. എന്താണ് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ? ഒരു 5 സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. എന്തായിരിക്കും ആ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ? വാങ്ങാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് എന്തായിരിക്കും? നല്ല ശരിയായ അറിവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ വാങ്ങുന്ന സാധനത്തെ പറ്റി നല്ല അറിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർ തരുന്ന ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വരെ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഓർഡർ കൊടുക്കും.
പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങാൻ പോകുന്ന മെറ്റീരിയൽ എന്താണ്, അതിനെ കുറിച്ച് കൃത്യമായ എന്താണ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവ് ഉണ്ടായിരിക്കണം. രണ്ടാമതായി പറയുന്നത് അനാലിസിസ്. എന്താ? കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ വിശകലനം അല്ലെ. then as consisting of information with other tenders. എന്താണ്? നമുക്ക് മറ്റു ടെൻഡേഴ്സ് ഇപ്പൊ നമ്മളെങ്ങനെയാ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും നമ്മൾ ടെൻഡേഴ്സ് വെക്കും അല്ലെ. കണ്ടിട്ടുണ്ടോ അത്? ഇപ്പൊ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടോ ടെൻഡറുകളൊക്കെ കൊടുക്കുന്നത്? കേട്ടിട്ടില്ലേ? ടെൻഡറുകളൊക്കെ ലാർജ് സ്കെയിൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടൊക്കെ ടെൻഡറുകൾ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അവ എന്ത് ചെയ്യും? ഇവർക്ക് ചിലപ്പോ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ടെൻഡറുകൾ ക്ഷണിക്കുമ്പോ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ക്ഷണിക്കുമ്പോ ഒരാളായിരിക്കില്ലല്ലോ ഇത് കൊടുക്കുന്നത്. ഒത്തിരി ഗ്രൂപ്പുകൾ അല്ലെ, ഒത്തിരി സെല്ലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ടെൻഡേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ലേ? അതിനെ എന്ത് ചെയ്യുന്നവര് വിശകലനം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട അല്ലെ മാക്സിമം അവരുടെ പല ടെൻഡേഴ്സ് കിട്ടിയതിൽ നിന്നും ഇൻഫർമേഷൻസും അവരെന്ത് ചെയ്യുന്നു? വിശകലനങ്ങൾ ചെയ്യുന്നു. മൂന്നാമതായി ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. എന്താണ്? ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ അല്ലെ. നമുക്ക് അതിനു വേണ്ടി എത്രത്തോളം പോകാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് അവരിൽ നിന്ന് എത്ര അളവിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. നെക്സ്റ്റ് ആണ് ഫോർത്ത് വണ്ണാണ് ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്. എന്താ? തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നു. ആൻഡ് പ്രിലിമിനറി ടാക്ടിക്സ്. എന്താണ്? പ്രാഥമികമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെ. അതായത് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഇവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുകള് ആസൂത്രണം എങ്ങനെ നടത്താം. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? കിങ് ലെയർ എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കിങ് ലെയർ എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു പ്രൈമറി ടാക്ടിക്സ് നടത്തുന്നുണ്ട്. എന്താണ്? ഇപ്പൊ അവിടെ എന്താണ് ഒരു ദിലീപിന്റെ ഫിലിം അല്ലേ. അപ്പൊ അവരൊരു ചർച്ചയൊക്കെ നടത്തുന്നില്ലേ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്? എന്തോ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ എന്താണത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു ക്രീമിനെ കുറിച്ച് അല്ലെ. ഒരു ക്രീമിനെ കുറിച്ച് പറയുമ്പോ അവർ എന്താണ് അവിടെ ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്? ഒരു പ്രാഥമിക തന്ത്രം, ഒരു ആസൂത്രണം ചെയ്ത് ഹോളിന്റെ കാര്യം പറയുന്നില്ലേ അവരെന്താ പറയുന്നത്? ചെറിയ ഹോളായിരുന്നു, അവരതെന്താണ് വിപണിയിലേക്ക് എത്തിക്കുമ്പോ നമുക്കത് എന്ത് ചെയ്യാം? ഒരു ഹോളിന്റെ വലിപ്പം കൂട്ടാം അല്ലെ. കൂട്ടുമ്പോ എന്താ? ഒരുപാട് സാധനം അവർക്ക് എന്താ ക്വാണ്ടിറ്റി ഒറ്റ ടൈം പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ അവർക്ക് ഒരു മാസം കൊണ്ട് തീരേണ്ട ഒരു ക്രീം അല്ലെങ്കിൽ എന്താണോ അത് ഒരു സാധനം ഒരു മാസം കൊണ്ട് തീരുന്നതാണെങ്കിൽ ഒരുപാട് ഹോളിൽ കൂടെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് അത് പകുതി മാസമാകുമ്പോൾ തന്നെ ഒരു ക്രീം തീരും അല്ലെ. അപ്പൊ അതുപോലെയുള്ള തന്ത്രങ്ങള് വികസിപ്പിക്കുകയും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പ്രാഥമികമായിട്ടുള്ള ഇങ്ങനെയുള്ള തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ അത്? അപ്പൊ പ്രീ നെഗോഷിയേഷൻ ഫേസില് നമ്മൾ ഒരു 5 സ്റ്റെപ്പാണ് പറയുന്നത്. അതായത് പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളൊന്ന് ആലോചിക്കേ. ചർച്ചയ്ക്ക് മുൻപുള്ള നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല അവരുമായിട്ട്. ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ചർച്ചയ്ക്ക് പോകാനായിട്ട്. അപ്പൊ പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചർച്ചയ്ക്ക് മുൻപ് നടക്കുന്ന കാര്യങ്ങളാണ്. ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ അവരോട് ചർച്ച ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അപ്പൊ ഒരു 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ഒരു പ്രീ നെഗോഷിയേഷൻ ഫേസിൽ പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞേണ്ട കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായി പറഞ്ഞത് എന്ത് വിശകലനം ചെയ്യുന്നത് പറഞ്ഞേ? നമുക്ക് വന്നിരിക്കുന്ന ലഭ്യമായിട്ടുള്ള പല സപ്ലയേഴ്സിൽ നിന്ന് നമുക്ക് ടെൻഡേഴ്സ് കിട്ടും അല്ലെ. ആ ടെൻഡേഴ്സിനെ എന്ത് ചെയ്യും? നന്നായി വിശകലനം ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡിൽ പറയുന്നത് ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. നമുക്ക് എത്രത്തോളം അതിന് വേണ്ടി പോകാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം അവരുടെ കയ്യിൽ നിന്നും നമുക്ക് എത്ര അളവിൽ ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അല്ലെ. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്താണ് വികസിപ്പിക്കുകയും, അതുപോലെ തന്നെ പ്രിലിമിനറി ടാക്ടിക്സ് എന്താ നന്നായി തന്ത്രങ്ങൾ പ്രാഥമിക തന്ത്രങ്ങൾ നന്നായി ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ അത്? പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്താണ്? കാരുണ്യക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളോ? ബാക്കിയുള്ളവരുടെ കാര്യം ഓക്കെ ആണ്? ഓക്കെ.
നെക്സ്റ്റ് രണ്ടാമത്തെ ഫേസ് ആണ് മീറ്റിംഗ് ഫേസ് അല്ലെ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നേ? ചർച്ച ചെയ്യാണ് അവരോട് അല്ലെ. മീറ്റിംഗ് ഫേസിൽ എന്താ? വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ വൺ മീറ്റിംഗ്. ചിലപ്പോ ഈ ചർച്ച ഒരു മീറ്റിംഗ് കൊണ്ട് ചിലപ്പോ എന്താണ് കംപ്ലീറ്റ് ആവാറില്ല, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ചിലപ്പോ സാധിക്കാറില്ല. ക്ലിയർ ആണോ? അതിൽ തന്നെ മീറ്റിംഗ് ഫേസിനെ നമുക്ക് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ഇൻടു 3. ഏതൊക്കെയാ? 1 ആണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. എന്തായിരിക്കും എക്സ്പ്ലോറേറ്ററി മീറ്റിംഗില്? 2 parties introduce themselves and information analyzed. എന്താണ്? 2 വിഭാഗം ഉണ്ടാവുമല്ലോ, ബയ്യറും സെല്ലറും. അങ്ങനെ 2 വിഭാഗം അല്ലേ? അവര് തമ്മിൽ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരുടേതായ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും അല്ലെ. ആദ്യം നമ്മൾ അതല്ലേ ചെയ്യുന്നത്? നേരെ ചെന്നിട്ട് നമ്മൾ ആ ഒരു ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് വേണം, നിങ്ങൾക്ക് തരാൻ പറ്റുമോ നമ്മൾ ചോദിക്കോ? ഇല്ല. ആ 2 ഗ്രൂപ്പുകളും തമ്മിൽ എന്ത് ചെയ്യുന്നു? പരിചയപ്പെടുന്നു അല്ലെ. ആ ഇൻഫോർമേഷൻ അനലൈസ്ഡ്. അതിനുശേഷം എന്ത് ചെയ്യും? ചെറിയതായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. ക്ലിയർ ആണോ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് നമ്മൾ ആദ്യം തന്നെ ആ 2 ഗ്രൂപ്പുകളും എന്ത് ചെയ്യുന്നു? 2 പാർട്ടീസും അവരെന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു. ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു അല്ലെ. അവരുടേതായ ആവശ്യകതകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നു? സംസാരിച്ചെന്ന് വിശകലനം ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കഷൻ മീറ്റിംഗ്. എന്താ ഡിസ്കഷൻ മീറ്റിംഗിൽ നമ്മൾ എന്തായി? ഇഷ്യൂസ് ഡിസ്കസ്. നമ്മുടെ പ്രധാന വിഷയം എന്താണ്? നമ്മൾ എന്തിനെ കുറിച്ചാണോ പ്രധാനമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത്, അതല്ലേ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയമെങ്കിൽ ആ ഒരു പ്രധാന വിഷയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നു. ക്ലിയർ ആണോ? തേർഡ് വൺ ആണ് എഗ്രിമെന്റ് മീറ്റിംഗ്. ഈ ആ ഒരു ചർച്ചകൾ വഴി നമുക്കത് ഓക്കെയാണ്, അവർക്കും നമുക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എഗ്രിമെന്റ് മീറ്റിംഗ് നടത്തും. കരാറുമായി ബന്ധപ്പെട്ട ഒരു യോഗം അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തും. എഗ്രിമെന്റ് റീച്ച്ഡ് and the contract is signed by both the parties. എന്ത് ചെയ്യും? എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ സമ്മതപത്രങ്ങൾ അല്ലെ 2 ഗ്രൂപ്പുകളും തമ്മിൽ അവര് വരികയും ആ സമ്മതപത്രം കൊടുക്കുകയും അതുവഴി എന്താ 2 പാർട്ടീസും കരാറുകളിൽ ഒപ്പിടുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യും? ചിലപ്പോ ഒരു മീറ്റിംഗ് കൊണ്ട് നമുക്ക് നടക്കണമെന്നില്ല, പൂർത്തിയാക്കണമെന്നില്ല. ചിലപ്പോ ഒരു ദിവസം അവരെന്ത് ചെയ്യും? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ അവരെന്ത് ചെയ്യും? വിശകലനം ചെയ്യുമായിരിക്കും. അടുത്തൊരു ദിവസമായിരിക്കും ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നത്? ആ പ്രധാന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം വേറൊരു ദിവസം, അവർക്ക് സമയം അനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ വേറൊരു ദിവസമായിരിക്കും അവരെന്താ ഈ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ സമ്മതപത്രം കൊണ്ടുവന്ന് അവർ ആ കോൺട്രാക്റ്റുകളിൽ 2 കൂട്ടരും 2 കൂട്ടരും കൂടി സൈൻ ചെയ്യുന്നത് മറ്റൊരു ദിവസമാവാം. അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് കൊണ്ട് ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ചില സമയങ്ങളിൽ ഇവിടെ ചെറിയ പർച്ചേസിംഗ് ആണെങ്കിൽ അത് മതിയാവും. അതേസമയം കുറച്ച് ബൾക്ക് രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പർച്ചേസിംഗ്, കുറെ നാൾ നീണ്ടു നിൽക്കേണ്ട ഒരു പർച്ചേസിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെ. ഇപ്പൊ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ്, പക്ഷെ അതെന്ന് പറയുന്നത് കുറച്ച് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സുകളാണ് കേട്ടോ. അപ്പൊ അതെല്ലാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൊണ്ട് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോ സാധിക്കില്ല. ക്ലിയർ ആയോ? ഒരു മീറ്റിംഗ് ഫേസ് എന്ന് പറയുക 3 ഭാഗങ്ങളും. ഓക്കെ, മൂന്നാമത്തെ ഫേസ് ആണ്. ഇനി ഇവിടെ നമ്മുടെ ചർച്ചകൾ കഴിഞ്ഞു അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ചർച്ചയ്ക്ക് മുൻപുള്ള ഘട്ടം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിംഗിലേക്ക് വന്നു, അതായത് ചർച്ച ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വന്നു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം അല്ലെ. ഓർ എക്സിക്യൂട്ടിംഗ് ഫേസ്, എന്താ? നമ്മൾ നടപ്പിലാക്കുകയാണ് ആ ഒരു കാര്യം. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ആ ഒരു എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കരാറ് പ്രകാരമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അതിൽ കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാ പറയുന്നുണ്ട്. ഇത്രയും നേരം പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടല്ലേ പറയുന്നേ. അതൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടാ. നോക്കിയേ, അപ്പൊ നമ്മൾ നടപ്പിലാക്കാണ്. അപ്പൊ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. അപ്പൊ നമ്മൾ അവരുമായിട്ട് കോൺട്രാക്ട് ഒക്കെ ഏർപ്പെട്ടു, ഓക്കെയാണ്, അവർക്ക് നമുക്ക് തരാൻ തയ്യാറാണ്, നമുക്ക് അവരിൽ നിന്ന് വാങ്ങാനും തയ്യാറാണ്. നമ്മളപ്പോ അങ്ങനെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു, അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ നടപ്പിലാക്കാൻ പോവല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. ആ ഓർഡർ കൊടുക്കുന്നു അല്ലെ.
പർച്ചേസിംഗിന് വേണ്ടതായിട്ടുള്ള ഓർഡറുകൾ നൽകുന്നു അല്ലെ. നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഓർഡറുകൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നൽകും. രണ്ടാമതായിട്ട് ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. എന്തായിരിക്കും ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നത്? അവർ ഏത് സ്ഥലത്ത്, ഇപ്പൊ ചിലതാണെങ്കിൽ നമ്മൾ ആ ഒരു ഉറവിടം അല്ലെ, സോഴ്സ്, ഇപ്പൊ നമ്മൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻ ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കും. ഇപ്പൊ ആ ലഭ്യമാക്കുന്ന ഉറവിടം പരിശോധിക്കുന്നു. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അവരുടെ ഗോഡൌൺസ് കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്കത് കിട്ടുന്നത് എന്ന് ചിലപ്പോ എന്താണ്, ചിലർക്ക് വലിയ രീതിയിൽ നമ്മളൊരു പർച്ചേസും കാര്യങ്ങളും കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അവരെന്ത് ചെയ്യും, അവരുടെ മെയിൻ ആയിട്ടുള്ള ഓഫീസുകൾ അല്ലെങ്കിൽ ഗോഡൌണ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും, പരിശോധിക്കാൻ ചെല്ലും അല്ലെ. നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ മെയിൻ ഗോഡൌൺ, അവരുടെ ഗോഡൌണോ അല്ലെങ്കിൽ അവരുടെ പ്രധാന ഓഫീസുകളോ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയി ഒന്നും കൂടി ഉറപ്പ് വരുത്തും അല്ലെ. അപ്പൊ അതാണ് എന്ത്, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നത്. ആ ലഭ്യമാകുന്ന ഉറവിടം ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ ഉറപ്പിന് വേണ്ടിയിട്ട് പരിശോധിക്കുന്നു. നെക്സ്റ്റ് വന്നെന്താ, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ. എന്താ ചെയ്യുന്നേ, എന്തായിരിക്കും, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. എന്താണ്, നമ്മുടെ സ്റ്റോറിലേക്ക് ആ പർച്ചേസ് ചെയ്ത് വരുന്ന ഐറ്റംസ് അല്ലെ സ്വീകരിക്കുന്നു അല്ലെ. ഓർഡർ കൊടുത്തു, നമ്മൾ അത് പോയി പരിശോധിച്ചു, അതും ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഓർഡർ പ്രകാരം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ സാധനങ്ങൾ നമ്മുടെ സ്റ്റോറിലേക്ക് എന്ത് ചെയ്യുന്നു, വരികയാണ് ചെയ്യുന്നത് അല്ലെ. അതെന്ത് ചെയ്യുന്നു, നമ്മൾ വരുമ്പോ അത് സ്വീകരിക്കുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. എന്താണ്, എന്തായിരിക്കും, ഇനി എന്തിനാണ് അവരൊരു പരിശോധന നടത്തുന്നത്, എന്താണ് എന്താണ് നമ്മുടെ സ്റ്റോറിലെത്തി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പരിശോധന നടത്തേണ്ട കാര്യമുണ്ടോ? നമ്മുടേതായ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടേതായ സ്റ്റോറിൽ എത്തുമ്പോ വെരി ഗുഡ്, ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ, കൃത്യമായ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിനുള്ള അളവുകളുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ വന്നിരിക്കുന്ന നമ്പർ ഉണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ വരുന്ന സാധനങ്ങൾ അവിടെ സ്വീകരിച്ച് വെക്കുക മാത്രമല്ല, നമ്മുടേതായ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്റ്റോറിൽ എത്തുമ്പോ നമ്മൾ അവിടെ വെച്ച് ഒന്നുകൂടി അത് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിനുശേഷം എന്ത് ചെയ്യും, അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് അല്ലെ. നമുക്ക് ഓക്കെയാണ്, നല്ല ക്വാളിറ്റിയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ പ്രകാരമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. ഇനി അല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ എന്താണ് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും അല്ലെ, റിജക്ട് ചെയ്യുന്നു. റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ. ഇനി ആ അക്സെപ്റ്റ് ചെയ്തവ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തും അല്ലെ, റെക്കോർഡ് ചെയ്യും അല്ലെ. സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ രേഖപ്പെടുത്തി കീപ്പ് ചെയ്യും അല്ലെങ്കിൽ സൂക്ഷിക്കും. ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് വില കൊടുത്തു വാങ്ങുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെ. സാധനങ്ങൾ നമ്മൾ വാങ്ങാറില്ലേ, ഒരു സ്റ്റോറിങ് എന്താ ചെയ്യാ, ഇപ്പൊ ഇൻസ്റ്റാൾ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ മെഷീൻസ് ആണെങ്കിൽ എങ്ങനെയാണ് മെഷീൻസ് ഒക്കെ നമ്മുടെ ഇതിലേക്ക് വരുന്നത്, മെഷീൻസ് ആണെങ്കിൽ എങ്ങനെയാ, മെഷീൻ അങ്ങനെ തന്നെയാണോ വരിക? അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഉപകരണം വാങ്ങിച്ചു, ആ ഉപകരണം അങ്ങനെ തന്നെ വലിയ മെഷീൻസ് എങ്ങനെയാ, അത് അങ്ങനെ തന്നെയാണോ വരിക? പാർട്സ് ഒക്കെ ആയിട്ടല്ലേ വരിക അല്ലെ, പാർട്സ് ഒക്കെ ആയിട്ടല്ലേ വരിക. അപ്പൊ അതെന്ത് ചെയ്യണം, ഇവര് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, ആ ഒരു സ്ഥാപനത്തില് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ സെറ്റ് ചെയ്യണം അല്ലെ. അല്ലാന്നുണ്ടെങ്കിലോ ആ സ്റ്റോറിങ് മറ്റു സാധനങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കുകയും വേണം. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് വരുന്നത് എന്താ, പേയ്മെന്റ്. എന്താണ് പേയ്മെന്റ്, പണം കൊടുക്കുക. നമുക്ക് ആരാണോ, നമ്മുടെ ആരിൽ നിന്നാണോ സാധനം വാങ്ങിയത് ആ കൃത്യമായ സാധനങ്ങൾക്കുള്ള പണം നമ്മൾ എന്ത് ചെയ്യണം, നൽകുക അല്ലെ. അതാണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇനി അത് പറയണോ, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ സ്റ്റെപ്സ് പറയണോ, ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ നമ്മളപ്പോ ആ ഒരു 3 ഫേസും പറഞ്ഞു കേട്ടോ. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റെപ്പിലൂടെ
ഉള്ളിലാക്കി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, പർച്ചേസിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു പർച്ചേസിംഗ്, നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം അല്ലെ, നമുക്ക് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു സാധനം വേണമെങ്കിൽ അവരാരോടായിരിക്കും പറയാ? ആരോടായിരിക്കും പറയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇത്രയും നേരം ഇത്രയും ദിവസം പഠിച്ച ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്കത് പറയാം. ആരോടായിരിക്കും പറയാ? നമുക്കൊരു സാധനം നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. വെരി ഗുഡ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പറയേണ്ടത് അല്ലെ. നമ്മുടെ ആ ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം എന്നുള്ളത് അല്ലെ. സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവർ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ വേണം, നമ്മൾ അത് നേരെ നമ്മുടെ ഹെഡായിട്ടുള്ള പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ആവശ്യപ്പെട്ടു അല്ലേ. അതാണ് ആദ്യത്തെ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഇനി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? അവര് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ആവശ്യകത അങ്ങനെ മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അവിടെ ഇരിക്കോ? പർച്ചേസ് ചെയ്യാനായിട്ട് ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് സാധനങ്ങള്? പർച്ചേസ് സെല്ലർ അല്ലെങ്കിൽ സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്യും അല്ലെ. അതാണ് പർച്ചേസ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും? കുറെ കൊട്ടേഷൻസ് അയക്കാൻ പറയും അല്ലെ. കുറെ കൊട്ടേഷൻസ് അയക്കാൻ പറയില്ലേ അവരോട്, സെല്ലറിനോട്. അവർ ആ വരുന്ന കൊട്ടേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കമ്പയർ ചെയ്യും അല്ലെ. ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കും, ചിലപ്പോ കുറെ കൊട്ടേഷൻസ് വരും അല്ലെ. അപ്പൊ അതിന് അവരെന്ത് ചെയ്യും? കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് മികച്ചതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ അനുയോജ്യമായവയെ സെലക്ട് ചെയ്യും അല്ലെ. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് എന്താ കൊടുക്കുന്നത്? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയും? ഒന്നും പറയില്ലേ? ഓർഡർ കൊടുക്കും അല്ലെ. ഓർഡർ കൊടുക്കും അല്ലെ. ആ ഒരു ഓർഡർ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ഓർഡർ കൊടുക്കും, അവരുമായിട്ട് കരാറുകളിൽ ഏർപ്പെടും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? അവരിൽ നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യും? ലഭ്യമാക്കും അല്ലെ. ആ സാധനം ലഭ്യമായി കഴിഞ്ഞു കഴിയുമ്പോ അവർ നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ്? എന്തായിരിക്കും? അവർ വരുമ്പോ നമുക്ക് തരുന്ന സാധനം ബില്ല് തരും അല്ലെ. ഇൻവോയ്സ് ബില്ലുകൾ നമുക്ക് തരും. ഈ ഇൻവോയ്സ് ബില്ല് നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ വെറുതെ അവിടെ വെക്കോ? ആർക്കാ കൊടുക്ക? ഇൻവോയ്സ് ബില്ലുകൾ അല്ലെങ്കിൽ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ. അത് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാൻ പറ്റുമോ? ബില്ലുകളും കാര്യങ്ങളും അക്കൗണ്ട്സ് അല്ലെ. നമ്മുടെ അവരുടെ ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്ത് അത് അവരുടെ അക്കൗണ്ടുകളിൽ കയറ്റി രേഖപ്പെടുത്തി വെക്കും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇനി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പർച്ചേസിംഗ് ഓരോ ഓർഡർ അനുസരിച്ച് നമുക്ക് പോവാം അല്ലെ. അപ്പൊ ആദ്യത്തെ എന്താ? പർച്ചേസ് റിക്വസിഷൻ. എന്തായിരിക്കും പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്? ആവശ്യപ്പെടൽ അല്ലെ, അഭ്യർത്ഥന അല്ലെ. റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കുകയാണ്. ആരാ അഭ്യർത്ഥിക്കുന്നത്? റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആരിൽ നിന്ന് ആരാ? എവിടേക്കാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആ ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ആവശ്യപ്പെടുന്നു. കിട്ടിയോ? Then it consists of quantity of material. അങ്ങനെ ആവശ്യപ്പെടുമ്പോ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആവശ്യപ്പെടേണ്ടത്? ആ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ അല്ലെ. ആ മെറ്റീരിയൽ എന്ത് സാധനമാണോ വേണ്ടത്, അതിന് എത്ര അളവ് വേണം എന്നുള്ളത് രേഖപ്പെടുത്തണം. വേണ്ടേ? സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഏത് പർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തണം. ആ ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ് അല്ലെ. ഇത് ആ ഒരു ഐറ്റം ലഭിക്കേണ്ട തീയതി എന്താണ് എന്നുള്ളത് കൂടി രേഖപ്പെടുത്തിയായിരിക്കണം ആ പർച്ചേസ് റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാനായിട്ട്. കിട്ടിയോ? ഒരു പർച്ചേസ്
റിക്വസിഷൻ എന്ന് പറയുന്നത്? എപ്പോഴും യൂസർ ഡിപ്പാർട്ട്മെന്റ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ് പർച്ചേസ് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ. അവിടെ വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ മാറരുത്. അതിനു വേണ്ടിയാണ് പിന്നെയും പറയുന്നത് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യം അഭ്യർത്ഥന കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വേണ്ട, അതിന്റെ അളവും ഏത് ദിവസം നമുക്ക് ആ സാധനം കിട്ടണം, സ്പെസിഫിക് ആയിട്ട് ഏത് ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു അഭ്യർത്ഥന ആർക്ക് കൊടുക്കുന്നു? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. അതാണ് പർച്ചേസ് റിക്വസിഷൻ. രണ്ടാമതായി പറയുന്നത് പർച്ചേസ് എൻക്വയറി. എന്താണ് എൻക്വയറി എന്ന് പറയുന്നത്? അന്വേഷണം നടത്തുക അല്ലെ. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുന്ന ആരാ? ഇപ്പൊ സംഭവം എല്ലാം വന്നിരിക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തല്ലേ. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? സപ്ലയറിനോട് അല്ലെ, വിതരണക്കാരുമായിട്ട് അന്വേഷണം നടത്തും അല്ലെ. ഈ സാധനങ്ങള് വാങ്ങാനായിട്ട് പറ്റിയ ആളുകൾ ആരാണ് അല്ലെ, സപ്ലയേഴ്സ് ആരാണ്, വിതരണക്കാരാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറീസ് നടത്തുന്നു. അത് ഇൻക്ലൂഡ്സ് ലീഡിംഗ് ടൈം അല്ലെ, ആ ഒരു സമയം, അതായത് നമ്മൾ കരാറ് കൊടുത്ത് അത് ലഭ്യമാക്കുന്നത് വരെയുള്ള സമയം എത്രയുണ്ട്. അപ്പൊ അവിടെ ഓൾറെഡി അവര് യൂസർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ സാധനം കിട്ടണം എന്നല്ലേ. അപ്പൊ അതിനുള്ളിൽ കിട്ടുന്ന ഒരാളെ ആയിരിക്കും ഇവർ സപ്ലയർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിലോ അവർക്ക് ആവശ്യമുള്ള സമയത്ത് സാധനം കിട്ടില്ല. അപ്പൊ എപ്പോഴും അവരെന്താണ് സമയവും കൂടി കണക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു വിതരണക്കാർ അല്ലെങ്കിൽ സപ്ലയറെ കണ്ടെത്തണം. അപ്പൊ അതിനു വേണ്ടി അതുപോലെ കൃത്യമായ അളവിൽ കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തി ശരിയായ സപ്ലയേഴ്സിനെ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു. അതാണ് പർച്ചേസ് എൻക്വയറി. ക്ലിയർ ആണോ? ഇനി നമ്മൾ അങ്ങനെ എൻക്വയറി നടത്തുക അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കൊട്ടേഷൻസ് വരും അല്ലെ. പല സെല്ലേഴ്സിൽ നിന്നും നമുക്ക് എന്താ പല സെല്ലേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്നും നമുക്ക് എന്താ കൊട്ടേഷൻസ് അല്ലെങ്കിൽ എന്താണ് കരാർ, ഇപ്പൊ എന്താ കൊട്ടേഷൻസ് അതുപോലെ തന്നെ എന്താ ടെൻഡറുകളൊക്കെ വരാം അല്ലെ. അപ്പൊ നോക്കിയേ, കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി എക്സെട്ര. ഇനി ആ കൊട്ടേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ആരാ കൊട്ടേഷൻ കൊടുക്കുന്നത്? ആ വിതരണക്കാരൻ സപ്ലയർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കുന്നു. ആ കൊട്ടേഷൻസിൽ എന്തൊക്കെ ഉണ്ടാവും? വരുന്ന സാധനങ്ങളെ പറ്റി, ആ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ ക്വാണ്ടിറ്റി, അളവുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തി, അതുപോലെ പ്രൈസ് അല്ലെ, വിലയെ കുറിച്ചുള്ള കാര്യങ്ങള് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആ സെല്ലർ അല്ലെങ്കിൽ സപ്ലയർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്ന എന്താ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. എന്ത് ചെയ്യുന്നു? ഈ വരുന്ന പല കൊട്ടേഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്യും അല്ലെ, താരതമ്യം ചെയ്യും. ആ താരതമ്യം ചെയ്ത് ഇവർക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന ആ ഒരു സപ്ലയർ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അതാണ് കമ്പയർ സ്റ്റേറ്റ്മെന്റ്. കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അവർ കൊടുത്തിരിക്കുന്ന ആ കൊട്ടേഷൻ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും താരതമ്യം ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ എത്തുന്നു. ഏത് സപ്ലയറെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. പർച്ചേസ് ഓർഡർ ആണ്. എന്താ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല്? ആ ഒരു പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. നോക്കി, പർച്ചേസ് ഓർഡർ ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. ഇതൊരു നിയമപരമായ രേഖയാണ്. ഒന്നാണ് ക്ലിയർ ചെയ്തത്. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. ആരൊക്കെ തമ്മിലാണ്? ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായ രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓർഡർ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? അതൊരു നിയമപരമായ രേഖയാണ്. ആരൊക്കെ തമ്മിലുള്ള ഒരു നിയമപരമായ രേഖയാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായ രേഖയാണ്. Then the purchase order is a document created by the buyer. അല്ലെ, അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? ബയ്യർ അല്ലേ? വാങ്ങുന്ന ആളല്ലേ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ വാങ്ങുന്ന ആളല്ലേ ആ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ആരാണ്?
വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സാധനം വാങ്ങുന്ന വ്യക്തിയാണ് ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെർവ്സ് ദി പർപ്പസ് ഓഫ് ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത്? ആ സപ്ലയർ വിൽപ്പനക്കാരിൽ നിന്നും ശരിയായ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങുക എന്നുള്ളതല്ലേ അതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് പറയുന്നത്? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു നിയമപരമായ രേഖയാണ്. ആരൊക്കെ തമ്മിലാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായ രേഖയാണ്. ഈ ഒരു പർച്ചേസിംഗ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് എപ്പോഴും ആരാണ്? ബയ്യറാണ് അല്ലെ, വാങ്ങുന്ന ആളാണ് പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കുന്നത്? ആ സപ്ലയർ അല്ലെങ്കിൽ ആ ഒരു വിൽപ്പനക്കാരിൽ നിന്നും ശരിയായ സാധനങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ ഇത്രയും കാര്യം? ഇത്രയും ഓക്കെ ആണോ? Then every purchase order should contain. ഇനി ഏതൊരു പർച്ചേസ് ഓർഡറിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? കറക്റ്റ് ഡേറ്റ്, എന്നാ സാധനം നമുക്ക് ലഭ്യമാകണം എന്നുണ്ടാവും. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലൈസ്. സാധനങ്ങളുടെയും ആ ഹോസ്പിറ്റലിലേക്ക് പേരും വിവരങ്ങളും അല്ലെ, അഡ്രസ്സും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ആ ഒരു മെറ്റീരിയൽ അല്ല ആ ഒരു സാധനത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാവും. ആൻഡ് പ്രൈസ് ഓഫ് ദ ഐറ്റം, ആ ഒരു ഐറ്റത്തിന്റെ വിലയുണ്ടാകും. ആൻഡ് ഓർഡർ നമ്പർ ഉണ്ടാകും. ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെ, നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടാകും. അതുപോലെ ഏത് തരത്തിലുള്ള പേയ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്, ഈ പേയ്മെന്റ് രീതി എങ്ങനെയാണ്? ക്യാഷ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടാണോ എടുക്കുന്നത്? ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു തുക ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്? ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, ഏറ്റവും അധികാരപ്പെട്ട ആളുകളുടെ എന്ത് ചെയ്യും? സൈനും ഉണ്ടാവും അല്ലെ, ഒപ്പും ഉണ്ടായിരിക്കും. കിട്ടിയോ അതില്? ഏതൊരു പർച്ചേസിംഗ് ഓർഡറിലോ ആ ഒരു കറക്റ്റ് ഡേറ്റ് എന്നാണോ കിട്ടേണ്ടത് ആ ഒരു കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ആളുകളാണോ അല്ലെങ്കിൽ ഒരാളാണ് പർച്ചേസിംഗ്, അവരുടെ ആവാം പേരും അതുപോലെ തന്നെ അഡ്രസ്സും ഉണ്ടാവും. അതുപോലെ ആ ഒരു ഗുഡ്സ് സാധനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാകും. ആ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് ഉണ്ടാവും, ഓർഡർ നമ്പർ ഉണ്ടാവും, നിയമങ്ങളും അതുപോലെ നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടാകും. ഇനി ക്യാഷ് ആയിട്ടാണോ ക്രെഡിറ്റ് ആയിട്ടാണോ നമ്മൾ എടുക്കുന്നത് അതുണ്ടാവും. ഏത് തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ, ആ കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ഓതറൈസ്ഡ് അല്ലെങ്കിൽ അംഗീകരിച്ചപ്പെട്ട ആളുകളുടെ ഒപ്പം ഉണ്ടായിരിക്കും. കിട്ടിയോ അത്? പർച്ചേസ് ഓർഡർ ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് തന്നെ വായിക്കാം. മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.